ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൈ ഫ്രീക്വൻസി ആൽഗോസ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റിൽ നിന്നും പൈസ വാരി കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഒരു ആൽഗോ ടൂൾ വെച്ചിട്ട് ഞാൻ അത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. മാർക്കറ്റിലെ ഏത് ടൈപ്പ് മൂവ്മെന്റുകളെയും വളരെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്ത് നിമിഷ നേരങ്ങൾ കൊണ്ട് പ്രോഫിറ്റ് ആക്കി മാറ്റുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്റെ സ്കില്ലല്ല, ആൽഗോയുടെ എഫിഷ്യൻസിയാണ് ഞാനത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം. ബൈ ദ വേ, എന്റെ പേര് ഫർഹാൻ. 5 വർഷമായിട്ട് മാർക്കറ്റിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്ക്രീനിലേക്ക് പോവാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൽഗോകൾ അതിവേഗത്തിൽ മാർക്കറ്റിലെ ഓരോരോ മൂവുകളും ക്യാപ്ചർ ചെയ്ത് പ്രോഫിറ്റ് ആക്കി മാറ്റുന്നതാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. ആൽഗോ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൽഗോ ആണ്. നമ്മൾ വലത്തെ സൈഡിൽ കാണുന്നത് ഗോൾഡിന്റെ 5 മിനിറ്റ് ചാർട്ടാണ്. സെൻട്രൽ കാണുന്നത് മീറ്റാ ട്രേഡർ 5 മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ മീറ്റാ ട്രേഡർ 5 ലാപ്ടോപ്പ് ആപ്ലിക്കേഷനിൽ ആൽഗോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആൽഗോ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ സെറ്റ് ചെയ്യേണ്ട വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഏത് ഡയറക്ഷനിലേക്കാണ് നമുക്ക് ട്രേഡ് വേണ്ടത്, എത്ര റിസ്ക് ആണ് നമ്മൾ എടുക്കുന്നത്, റിസ്ക് എമൗണ്ട് എത്ര റിസ്ക് ആണ് നമ്മൾ എടുക്കുന്നത്, അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് എത്ര പൊസിഷനുകൾ വേണം എന്നുള്ള കാര്യം കൂടി സെറ്റ് ചെയ്യാൻ പറ്റും. 2 പവർഫുൾ ആയിട്ടുള്ള ട്രേഡ് മാനേജ്മെന്റ് കൺസെപ്റ്റുകൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ആൽഗോ വർക്ക് ചെയ്യുന്നത്. ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മാക്സിമം 7 പൊസിഷനുകൾ, ഒരേ സമയം മാക്സിമം 7 പൊസിഷനുകളെ ഓപ്പൺ ആവുള്ളൂ. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 ലക്ഷമാണ് നമ്മൾ ലോസ് എമൗണ്ട് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റണ്ണിംഗ് P&L മൈനസ് 3 ലക്ഷം ഇവിടെ കാണിച്ചാൽ എല്ലാ ട്രേഡുകളും ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്ന തരത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്യാപിറ്റൽ ഉള്ളത് 83,45,106 ആണ്. 83,45,000 റൗണ്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കാണ്. മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡിനാണ് ഇപ്പോൾ ഉള്ളത്. നെഗറ്റീവ് സോണിൽ നിന്നും പോസിറ്റീവ് സോണിലേക്ക് നല്ല സ്ട്രെങ്തോട് കൂടിയിട്ട് കിടക്കാണ്. നമ്മൾ കുറച്ച് നേരം കൂടി അനലൈസ് ചെയ്യുന്നുണ്ട്. അതുവരെ വീഡിയോ പോസ് ചെയ്യാം. മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് മേലോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് മനഃപൂർവ്വം മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം ഓപ്പോസിറ്റ് ട്രേഡ് എടുത്താൽ ലോസ് വരുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ആൽഗോ ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. ഹൈ ഫ്രീക്വൻസി ട്രേഡുകൾ ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ക്യാപിറ്റലിനനുസരിച്ചിട്ട് നമ്മുടെ റിസ്ക് ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും ഒക്കെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൂളാണിത്. ലോട്ട് സൈസ് ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ മിനി ലോട്ടുകളാണ് വരുന്നത്. ക്യാപിറ്റൽ കുറവാണെങ്കിൽ മൈക്രോ ലോട്ടുകളാക്കാം. ഇതിനെക്കാളും ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ലോട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൽഗോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊസിഷൻസ് റണ്ണിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സെൽ സൈഡിലേക്കാണ് പൊസിഷൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുള്ളത് 224-ലാണ്. 224 നമ്മുടെ പൊസിഷനുകൾ ഇവിടെയും കാണിക്കുന്നുണ്ട്. അവിടെ 224 നമ്മളൊരു മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ നമ്മളൊരു ലൈൻ ഇട്ടിട്ടുണ്ട്. മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്ന സമയത്ത് എങ്ങനെയാണ് പൊസിഷനുകൾ മാനേജ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ വന്നാലും ഓപ്പോസിറ്റ് പോയാലും എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കാണാം. വെയിറ്റ് ചെയ്യാം, നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നല്ല മൂവ് തരണം. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ എഫിഷ്യൻസി മനസ്സിലാവുക. മാർക്കറ്റ് നമ്മുടെ ഫേവറിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ മൂവ് ചെയ്യല്ല, നമ്മുടെ ഓപ്പോസിറ്റ് മാർക്കറ്റ് പോകണം. അപ്പോഴാണ് ഈ ടൂളിന്റെ എഫിഷ്യൻസി നിങ്ങൾക്ക് കാണാൻ പറ്റാം. മാർക്കറ്റിന്റെ സ്ട്രക്ചർ കണ്ടിട്ട് മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ് തന്നിട്ട് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫോണ് ലോക്ക് ആവുന്നത് കൊണ്ടാണ്. യെസ്, നമ്മുടെ പൊസിഷൻ ലോസിൽ വരുന്നുണ്ട്. അപ്പൊ ഇനി നോക്കാം എങ്ങനെയാണ് ആൽഗോ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യണമെന്ന് നോക്കണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള 2 പവർഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഒരേ സമയം ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റാം. 2 ട്രേഡ് മാനേജ്മെന്റ് കൺസെപ്റ്റുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. $53,45,000 നമ്മുടെ ക്യാപിറ്റൽ. നമ്മൾ സ്റ്റാൻഡേർഡ് ലോട്ട് ആയിരുന്നെങ്കിൽ ഇവിടെ 600 എന്നതിന് പകരം 6000 എന്നാണ് കാണിക്കുക. അതുപോലെ മൈക്രോ ലോട്ട് ആയിരുന്നെങ്കിൽ 500-ന് പകരം 50 എന്നാണ് കാണിക്കുക. നമ്മുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് നമുക്ക്
ലോഡ് സൈസ് ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും ഒക്കെ ഈ ടൂൾ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്താലാണ് നമുക്ക് ടൂളിന്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ പറ്റുക. മാർക്കറ്റ് ആ റേഞ്ചിലാണ്. യെസ്, ഇപ്പോൾ ഒരു പൊസിഷനും കൂടി ആഡ് ആയിട്ടുണ്ട്. നോക്കിയോളൂ, ഒരു പൊസിഷനും കൂടി ആഡ് ആയിട്ടുണ്ട്. 2 പൊസിഷനും ബുക്ക് ചെയ്തു. രണ്ടാമത് ആഡ് ചെയ്തിട്ടുള്ള പൊസിഷനും ലോസിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും ഒരു പൊസിഷൻ ആഡ് ചെയ്തു. യെസ്, മാർക്കറ്റ് നമ്മളെ നന്നായിട്ട് ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ പറ്റുക. യെസ്, മാർക്കറ്റ് നന്നായിട്ട് ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം നിങ്ങൾ. ഈ കാണുന്ന ലോസ് ഒക്കെ നമുക്ക് പ്രോഫിറ്റായി മാറാനുള്ളതാണ്. യെസ്, മാർക്കറ്റ് നല്ല രീതിയിൽ നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. ഫാസ്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. വീണ്ടും അതിന്റെ ഇടയിലുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ ആൽഗോ ക്യാപ്ചർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആക്കുന്നുണ്ട്. മാർക്കറ്റ് ഓപ്പോസിറ്റ് മൊമെന്റം നല്ല സ്ലോ ആക്കിയിട്ടുണ്ട്. വീണ്ടും ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. ചെറിയ രീതിയിൽ ഓപ്പോസിറ്റ് പോയുള്ളൂ. നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ വിചാരിച്ച രീതിയിൽ മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് പോയില്ല. നമ്മുടെ കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ 45,000-ലാണ്, 83,40,50,000-ലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റേ പോയിട്ടുള്ളൂ. നമ്മളെടുത്ത ട്രേഡുകളെല്ലാം സെൽ ട്രേഡുകളാണ്. മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റേ മൂവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ കൂടി നമുക്കിവിടെ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. റണ്ണിങ് PNL മൈനസ് ആണ് കാണിക്കുന്നതെങ്കിലും റിയലൈസ്ഡ് PNLന്റെ എമൗണ്ട് നോക്കുമ്പോൾ നമ്മളിപ്പോഴും 2,000 അല്ല 6,000 പ്രോഫിറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 7,000 പ്രോഫിറ്റ് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് പോയ സിറ്റുവേഷനിലുള്ള അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സെൽ ട്രേഡ് ആണ് എടുത്തത്. മാർക്കറ്റ് മൂവ് ചെയ്തത് നമ്മുടെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ശ്രദ്ധിക്കണം. 24 മാർക്കറ്റ് ഉള്ളത്. ഇപ്പോൾ 27-ലാണ്. മാർക്കറ്റ് പോസിറ്റീവ് സൈഡിലേക്കാണ് മൂവ് തരുന്നത്. നമ്മൾ നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ഉള്ളത്. പക്ഷേ എന്നിട്ട് കൂടി നമ്മൾ പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആൽഗോയുടെ എഫിഷ്യൻസി, ഇതിൽ വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റുകൾ, ഇതിൻ്റെയൊക്കെ പവറാണിത്. ഇത് നമ്മൾ വിചാരിച്ച മാതിരി നന്നായിട്ടൊന്നും ഓപ്പോസിറ്റ് പോയില്ല. അപ്പോൾ അതിന്റെ പ്രത്യേകത, മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയാലും പ്രോഫിറ്റ്, മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ പോയാലും പ്രോഫിറ്റ്, ചെറിയൊരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്താലും ഒരു ഫിക്സഡ് ലെവലിന്റെ ഉള്ളിൽ കൺസോളിഡേറ്റ് ചെയ്താലും, വളരെ ടൈറ്റ് റേഞ്ചിന്റെ ഉള്ളിൽ കൺസോളിഡേറ്റ് ചെയ്താലും ഉണ്ടാവില്ല. എന്നാൽ തന്നെ ഒരു അത്യാവശ്യം ലെങ്ത് ഉള്ള റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിലും പ്രോഫിറ്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ആയിട്ടുണ്ട്. ഇനിയും നന്നായി ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് മാജിക്ക് വിശദമായി കാണാൻ പറ്റും.
യെസ്, ഒരു ക്വസ്റ്റ്യനും കൂടി ആഡ് ആയിട്ടുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ആകെ 7 ക്വസ്റ്റ്യനുകളെ മാക്സിമം ആഡ് ആവുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ റിസ്കിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യനുകളുടെ എണ്ണം എത്ര ക്വസ്റ്റ്യൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ചാർട്ടിൽ മൂവ്മെന്റ് കാണിക്കുന്നില്ല. എന്തായാലും ഇവിടെ മൂവ്മെന്റ് ഉണ്ട്. ചാർട്ടിൽ എന്തോ പ്രശ്നം. യെസ്, ഇത് സ്റ്റക്ക് ആയിട്ടുണ്ട്. ഇതാണ് മാജിക്. ചാർട്ട് സ്റ്റക്ക് ആയിട്ടുണ്ട്. യെസ്, ഇതാണ് ചാർട്ട്. ഇരുപത്തിനാലിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് പോയ സമയത്ത് നമുക്ക് കിട്ടിയത് പ്രോഫിറ്റ് ആണ്. മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ വരുമ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് തോന്നാണ് മാർക്കറ്റ് എക്സ്ട്രീംലി നമ്മുടെ ഓപ്പോസിറ്റ് ആണ് പോകുള്ളൂ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മൾ പ്രോഫിറ്റിലാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ 17,000-ഓളം രൂപ നമ്മൾ പ്രോഫിറ്റിലാണ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് സ്റ്റിൽ മാർക്കറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലെവലിൽ എത്തിയിട്ട് പോലുമില്ല. നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബ്രേക്ക് ഇവനിൽ പോലും എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ പ്രോഫിറ്റിലായി നിൽക്കുന്നത്. മാനുവലി ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് ഇവനിൽ പോലും എത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ പ്രോഫിറ്റിൽ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി ഇതിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് റണ്ണിങ്ങിൽ ഇടാം. സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമ്മൾ വിചാരിച്ചൊരു ലെവലിൽ മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് പോയാലാണ് ഇതിന്റെ ബാക്കി ആൽഗയുടെ ബാക്കി പവറും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ വരുന്നുണ്ട്. മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ വരാന്ന് പറഞ്ഞാൽ ചെറിയ റീട്രേസ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഈ പൊസിഷൻ നമ്മുടെ 2 പൊസിഷനും പ്രോഫിറ്റിൽ വന്നു. അത് മാക്സിമം ഇത് റൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല മൂവ്മെന്റ് ആകുമ്പോൾ ഇത് പ്രോഫിറ്റ് മാക്സിമം റൈഡ് ചെയ്യും. റിവേഴ്സിൽ വരാന്ന് കണ്ടാൽ അത് ക്ലോസ് ചെയ്യും. യെസ്, ഇപ്പോൾ നമ്മൾ 24,000-ലേറെ പ്രോഫിറ്റിലാണുള്ളത്. 25,000-ഓളം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. 21 മിനിറ്റ്. യെസ്, നമ്മുടെ പൊസിഷനുകളൊക്കെ പ്രോഫിറ്റിൽ വന്നു. ചാർട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. ഈ ചാർട്ട് നോക്കാം.
കണ്ടോ, ആൽഗോ ചെയ്യുന്ന വർക്ക് നമ്മുടെ പൊസിഷനുകൾ പ്രോഫിറ്റബിൾ ആയ രീതിയിൽ ആവറേജ് ചെയ്യുന്നു. നമ്മുടെ പൊസിഷനുകൾ പിരമിഡ് ചെയ്യുന്നു, എസ്എല്ലുകൾ ട്രെയിൽ ചെയ്യുന്നു, ടാർഗറ്റുകൾ ട്രെയിൽ ചെയ്യുന്നു. യെസ്, ഇപ്പൊ മാർക്കറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലെവൽ, നമ്മൾ ഓപ്പോസിറ്റ് പോയതിനു ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലെവലിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിലേ ആവുള്ളൂ നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഇപ്പൊ നമ്മൾ 30,000 രൂപയിലേറെ പ്രോഫിറ്റിലാണ് ഈ സിറ്റുവേഷനിലുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം മുഴുവനായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ വന്നിട്ടില്ല. ഹൈ ഫ്രീക്വൻസിയിൽ ആൽഗോ ആക്ട് ചെയ്യുന്ന സാധനം കാണിക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം നമ്മൾ ഓപ്പോസിറ്റ് പോകണമായിരുന്നു. പക്ഷേ കഷ്ടത്തിന് മാർക്കറ്റ് കുറച്ച് ഓപ്പോസിറ്റ് പോയിട്ടുള്ളൂ. ഓപ്പോസിറ്റ് പോകുമ്പോഴാണ് ആൽഗോയുടെ ഫൈറ്റിംഗും പവറൊക്കെ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ചെറിയ രീതിയിൽ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയിട്ടുള്ളൂ. എന്നാൽ തന്നെയും ആൽഗോ കിട്ടിയ അവസരങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്ത് മോണിറ്റൈസ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ ഇമ്പോസിബിൾ ആയ കാര്യമാണ്. ലിറ്ററലി ഇമ്പോസിബിൾ ആണ്. നമുക്ക് ഇത്ര ചെറിയ വേരിയേഷനുകളൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതാണ് ആൽഗോ പടപടേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. രൂപ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. യെസ്, സീ ദ മാജിക്. പ്രോഫിറ്റിൽ വന്നത് ലോക്ക് ചെയ്ത് റിയലൈസ് ചെയ്തു. ഇതാണ് ആൽഗോയുടെ പവർ. ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ക്യാപിറ്റൽ ഇതിനേക്കാളും ധാരാളം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ PNLകളൊക്കെ ലക്ഷങ്ങൾ, കോടികൾ ആയിരിക്കും. നമ്മൾ അതിന്റെ ചെറിയൊരു വേർഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഓഹോ, 75 മിനിറ്റായി. നമ്മൾ ഈ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടുന്നതായിരിക്കും. നിങ്ങൾ കാണുന്ന സമയത്ത് ഈ വീഡിയോ കുറച്ച് 1.5 എക്സിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 40,000 രൂപ പ്രോഫിറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 40,000 45,000 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ 87 ആയിട്ടുണ്ട്. അഥവാ 42,000 രൂപ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ആൽഗോ സ്റ്റോപ്പ് ചെയ്തു, എല്ലാ പൊസിഷനുകളും ക്ലോസ് ചെയ്തു. 39,000 നമ്മൾ റിയലൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ആൽഗോയുടെ എഫിഷ്യൻസി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഗോ ഉള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാ ഓറിയന്റേഷൻ മുതൽ ഫുൾ സെറ്റപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മാർക്കറ്റിൽ ആൽഗോകൾക്കൊക്കെ, ഇത്തരത്തിലുള്ള ആൽഗോകൾക്കൊക്കെ വലിയ പ്രൈസ് ഉണ്ട്, വലിയ പ്രൈസ്. എന്നാൽ നമ്മൾ വളരെ റീസണബിൾ ആയ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഈസിയർ ആയി മാറും നിങ്ങളുടെ ട്രേഡിങ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.